സൂറ നിസായിലെ 82-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാറിൻ്റെ വേറൊരു വിഡ്ഢിത്തമുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഇവർ ഖുർആനെ സംബന്ധിച്ച ആഴത്തിൽ പരിചിന്തിക്കുന്നില്ലേ? ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നാൽ ആയിരുന്നില്ല എങ്കിൽ അതിൽ അവർ ധാരാളം ഭിന്നതകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. ഇതാണ് ഖുർആനിൽ പറയുന്ന 82-ാമത്തെ ആയത്ത്. ഇവിടെ ജബ്ബാർ പറയുന്നത് ഈ ആയത്തിൽ തന്നെ ഉണ്ട് വൈരുദ്ധ്യമുണ്ട്. ഒന്ന്, ഖുർആനിൽ കുറച്ചൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം. കാരണം ഇഖ്തിലാഫൻ കസീറൻ, ധാരാളം വൈരുദ്ധ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ, കൂടുതലില്ല, കുറച്ചൊക്കെ ഉണ്ടാവാമെന്നാണ് അത് ധ്വനിപ്പിക്കണതെന്ന്. പിന്നെ മനുഷ്യൻ എഴുതിയിട്ടുള്ള ഏത് ഗ്രന്ഥത്തിലും വൈരുദ്ധ്യങ്ങളുണ്ടാവും എന്ന് പറയണതും അബദ്ധമാണ് എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറയണത് എന്താ? മറ്റ് പുസ്തകങ്ങളെ സംബന്ധിച്ചല്ല ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ ഖുർആനെ സംബന്ധിച്ചാണ്. ഖുർആനെ സംബന്ധിച്ച് അവർ ആയത്തിൽ ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ പഠന വിധേയമാക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ല, ഈ ഖുർആൻ അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഈ ഖുർആനിൽ, വേറെ പുസ്തകത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ഈ ഖുർആനിൽ അവർ ധാരാളം വൈരുദ്ധ്യം കാണുമായിരുന്നു. വേറെ പുസ്തകത്തെ പറ്റിയാണ് പറയണതെങ്കിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാനൽ കിതാബുന്നോ, അല്ലെങ്കിൽ വലൗ കാന അയ്യ കിതാബിൻ, ഏത് പുസ്തകവും അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ്, അള്ളാഹു അല്ലാത്തവരുടെ ഭാഗത്തു നിന്നാണ് ഏത് പുസ്തകവും വരുന്നതെങ്കിൽ അതിലൊക്കെ വൈരുദ്ധ്യം ഉണ്ടാവുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ജബ്ബാറിനെ പറ്റി നമ്മൾ പറയേണ്ടതില്ല. കാരണം മൂപ്പര് SSLCയിൽ 50% മാർക്കിന് തോറ്റു വന്ന്, അറബി ഭാഷയിൽ 50% തോറ്റു വന്നിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത മരമണ്ടനാണ്. പക്ഷേ താൻ പറയുന്ന വിഡ്ഢിത്തം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും വിശേഷബുദ്ധി ഇല്ലാത്ത എത്ര വലിയൊരു യുക്തിവാദി അത് ലോകത്ത് വേറെ ആരുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് മരമണ്ഡനാണ്, വിഡ്ഢിത്തം പറയുന്ന ആളാണ് ജബ്ബാർ എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി. അത് ഇവിടെ ഖുർആനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഖുർആൻ അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ എന്താ അതിൻ്റെ കാരണം? ഒന്ന്, ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യനാണ് ഈ ഖുർആനുമായിട്ട് വരുന്നതെന്നുള്ളതാണ് ഒന്ന്. അതായത് മുഹമ്മദാണ് ഖുർആനിൻ്റെ ഉപജ്ഞാതാവ്, അല്ലാഹുവല്ല എന്നതാണ് ശത്രുക്കളുടെ വാദം. ആ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഖുർആൻ്റെ പരാമർശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. കോഴിക്കെന്ത് സംക്രാന്തി എന്ന് ചോദിച്ച മാതിരി ജബ്ബാറിന് എന്ത് ഖുർആൻ, എന്ത് ഭാഷ, അല്ലെങ്കിൽ എന്ത് പ്രവാചകൻ അല്ലാഹു, അല്ലേ? ഇതാണ് അവസ്ഥ. ജബ്ബാറിന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഖുർആനെയും നബിയെയും അള്ളാഹുവിനെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കണം, പരിഹസിക്കണം, ഖുർആനൊന്നിനും കൊള്ളാത്തതാണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ നിന്നാണ് ജബ്ബാറിൻ്റെ ഈ ചപ്പടാച്ചികളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ വസ്തുത പറയാനും ജബ്ബാറിനറിയില്ല. അപ്പോൾ ഈ ഖുർആൻ അല്ലാഹു അല്ലാത്ത മറ്റാരിൽ നിന്നുമാണ് വന്നിരുന്നുവെങ്കിൽ 23 വർഷക്കാലം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം പൂർത്തിയാക്കണമെന്നത് ചരിത്രമാണ്. ജബ്ബാറിന് നിഷേധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ജബ്ബാറിന് വസ്തുതകളായി പറയാന്നുള്ളത് മൂപ്പരുടെ ജനിതക സ്വഭാവത്തിൽ എവിടെയും പറയാത്ത സംഗതിയാണ്. അപ്പോൾ 23 വർഷം കൊണ്ട് അക്ഷരജ്ഞാനമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ, വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും സാഹചര്യങ്ങൾ മാറുമ്പോൾ പല കാര്യങ്ങളാണ് ഒരു പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ
തീർച്ചയായിട്ടും അവിടെ വൈരുദ്ധ്യം ഉണ്ടാവും. ഇവിടെ ഖുർആൻ എന്തൊക്കെ കാര്യങ്ങൾ കയ്യാളുണ്ട് എന്ന് പരിശോധിച്ചാൽ ബോധ്യമാവും അത്. ഖുർആൻ ഒന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു, അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ട്, അതിൻ്റെ വികാസ പരിണാമങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആദ്യ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, പിന്നീട് അവൻ്റെ പ്രജനന രീതി എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതുപോലെ നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ കയ്യാളുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കയ്യാളുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങളില്ല എന്നത് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൻ്റെ തെളിവാണെന്നാണ് ഇവിടെ ഖുർആൻ സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചത്. വേറെ പുസ്തകങ്ങളെ സംബന്ധിച്ചല്ല. വേറെ പുസ്തകങ്ങളിലൊക്കെ വൈരുദ്ധ്യം ഉണ്ടാവണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. വൈരുദ്ധ്യമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വൈരുദ്ധ്യം ഉണ്ടാകാമെന്നാണ് ജബ്ബാർ ഇത് മനസ്സിലാക്കിയതെങ്കിൽ ലോകം നേരെ മറിച്ചാണ് മനസ്സിലാക്കിയത്. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന ഈ ഒരു സംഗതിയെപ്പറ്റി പ്രസ്താവിക്കുമ്പോൾ ഇവിടെ നിഷേധാത്മകമായിട്ടുള്ള ഒരാശയമാണ് ഇവിടെ ഖുർആൻ സമർത്ഥിക്കുന്നത്. അതെന്താണ്? ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യമില്ല. അത് പറയാൻ വേണ്ടിയാണ് ഖുർആൻ ഇത് പറഞ്ഞത്. അതിനെ ജബ്ബാർ വളച്ചൊടിക്കുകയാണ് ചെയ്യണത്. ഇനി ഒരു വൈരുദ്ധ്യം കണ്ടെത്താമായിരുന്നു എന്നാണ് ഇവിടെ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യനുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരു പുസ്തകമാണെങ്കിൽ അതിലൊരു വൈരുദ്ധ്യം കാണും എന്നാണല്ലോ പറയേണ്ടി വരിക. ജബ്ബാറിൻ്റെ ഭാഷ്യമനുസരിച്ച് എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം കാണും. അത്തരത്തിലുള്ളൊരാശയമല്ല ഇവിടെ ഖുർആൻ പ്രകടിപ്പിക്കുന്നത്. ഖുർആൻ ഇതിലൂടെ സമർത്ഥിക്കുന്നത് ഒരു വൈരുദ്ധ്യം ഇല്ല എന്നുള്ള. അപ്പോൾ വൈരുദ്ധ്യമില്ല എന്നത് ഖുർആനിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള ഖുർആൻ അള്ളാഹുവാണ് അവതരിപ്പിച്ചത് എന്നതിൻ്റെ ഒരു തെളിവാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നേരെ തിരിച്ചിട്ടിട്ടാണ് ജബ്ബാർ ഇവിടെ ഖുർആൻ ഇങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട് എന്ന് പറയുന്നത്. അത് അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ട് എന്ന് വേണ്ട, ലോകത്ത് ഏത് ഭാഷയിലായിരുന്നാലും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന ഒരു പ്രയോഗമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എത്ര തെറ്റുകൾ അല്ലെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം, അല്ലെങ്കിൽ എത്ര ആളുകൾ ഇത് മനസ്സിലാക്കണം എന്നൊക്കെ സാധാരണ നമ്മൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും മലയാളത്തിൽ പോലും പറയുന്ന അതിനൊക്കെ അർത്ഥം അപ്പോൾ കുറച്ച് എന്നുള്ളതല്ല, ഒരു സംഗതിയെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. അപ്പോൾ ഒരു ഭാഷയിലെ ഒരു പ്രയോഗം പോലും അതിൻ്റെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മണ്ടൻ അവനാണ് ഖുർആനെ വിമർശിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവന് യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി പോലും മരവിച്ച ഒരു മനുഷ്യനാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ യുക്തിവാദി എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ യുക്തിവാദമാണോ എന്ന് ചോദിച്ചാൽ യുക്തിവാദമല്ല. യുക്തിവാദമാണെങ്കിൽ യുക്തിഭദ്രമായിട്ട് സംഗതിയെ സമർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാവേണ്ടത്. നേരെ മറിച്ച് ഭാഷാപരമായോ മറ്റ് രീതിയിലോ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു സംഗതി എടുത്തിട്ടിട്ട് തൻ്റെ വാദഗതികൾ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അല്പത്തമാണ്, അത് വിഡ്ഢിത്തമാണ്, മണ്ടത്തരമാണ് എന്ന് മാത്രമേ ജബ്ബാറിൻ്റെ ഈ പ്രയോഗത്തെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ.